ഹലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടൻസി, ക്ലാസ് 12 അക്കൗണ്ടൻസിയിലെ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചാപ്റ്റർ ക്ലിയർ ആയാൽ മാത്രമേ അടുത്ത ചാപ്റ്റർ, അതായത് റിട്ടയർമെന്റ്, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ തുടങ്ങിയ ചാപ്റ്ററൊക്കെ മനസ്സിലാണെങ്കിൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാവണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ എന്താണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്നത്? അതായത് ഒരു ഫേമിലോട്ട് അല്ലെങ്കിൽ ഒരു കമ്പനിയിലോട്ട് പുതിയ ഒരു പാർട്ട്ണർ വരുന്നതിനെയാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ എ, ബി, സി ഇത് മൂന്ന് പാർട്ട്ണർമാരാണ്. ഓക്കെ, അപ്പം നാലാമതൊരു പാർട്ട്ണറായ ഡി വരണമെങ്കിൽ എയുടെയും ബിയുടെയും സിയുടെയും ഓക്കെ കൺസെന്റ് വേണം. അതായത് അത് വെറും കൺസെന്റ് ആയ പോരാ, 100% ഓഫ് കൺസെന്റ് വേണം. 100% എയും ബിയും സിയും അംഗീകരിച്ചാൽ മാത്രമേ ഡി എന്നൊരു പാർട്ട്ണറെ അവർക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. അത് ഏതൊരു ഫേമിലാണെങ്കിലും. മനസ്സിലായോ? അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. പിന്നെ നമ്മൾ ഇവിടെ 4 പാർട്ട്ണർമാരാണ് ഉള്ളത്. ഇവിടെ 100 രൂപയാണ് പ്രോഫിറ്റ് എന്ന് വിചാരിക്കും. ആ 100 രൂപ എക്ക് 25, ബിക്ക് 25, സിക്ക് 25, ഡിക്ക് 25, ഇങ്ങനെ ഈക്വലായി ഇവര് 4 പേർക്കും ഷെയർ ഡിവൈഡ് ചെയ്ത് കൊടുത്ത്. ഓക്കെ, അപ്പോൾ അഞ്ചാമതായിട്ട് ഒരു പാർട്ട്ണർ വരികയാണ്, അതാണ് ഇ. അങ്ങനെയാണെങ്കിൽ ഷെയർ എന്താവും? ഈ എയിൽ നിന്നും ബിയിൽ നിന്നും സിയിൽ നിന്നും ഡിയിൽ നിന്നും 5 രൂപ എടുത്ത് ഇവിടെ 20, ഇവിടെ 20, 20, 20 എന്താവും? ഈക്വലായി ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? 5 രൂപ എന്താണ്? എയും ബിയും സിയും ഡി ഒക്കെ സാക്രിഫൈസ് ചെയ്യാണ്. മനസ്സിലായോ? ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും കവർ ചെയ്യാനുള്ള ഏതൊക്കെ ടോപ്പിക്കാ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒന്ന് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഓക്കെ, അല്ലെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോ. ഓക്കെ, ഇത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ. ഓക്കെ, ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ. മൂന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് ട്രീറ്റ്മെന്റ് ഓഫ് റിസർവ്സ്. ഓക്കെ, ട്രീറ്റ്മെന്റ് ഓഫ് റിസർവ്സ്. നാലാമത് പഠിക്കാനുള്ളത് ട്രീറ്റ്മെന്റ് ഓഫ് റീവാലുവേഷൻ ആണ്. ഓക്കെ, അഞ്ചാമത് കോംപ്രഹെൻസീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്കിൽ നമുക്ക് പ്രധാനമായിട്ടും എങ്ങനെയാണ് പ്രോബ്ലംസ് വരിക എന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് രണ്ട് രീതിയിലാണ് ഇതിൽ പ്രോബ്ലംസ് വരിക. ഒന്ന് എന്ന് വെച്ചാൽ ഈ പ്രോബ്ലത്തിൽ പ്രധാനമായിട്ടും വെൻ ഇൻഫർമേഷൻ അബൌട്ട് സാക്രിഫൈസ്, ഓക്കെ, സാക്രിഫൈസ് ഈസ് നോട്ട് ഗിവൺ. ഓക്കെ, അതായത് സാക്രിഫൈസിനെ കുറിച്ച് വിവരം തരാത്ത രീതിയിലുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് നോക്കാം. പിന്നെ രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ വെൻ ഇൻഫർമേഷൻ, ഓക്കെ, അബൌട്ട് സാക്രിഫൈസ് ഗിവൺ. ഓക്കെ, സാക്രിഫൈസിനെ കുറിച്ച് കൃത്യമായി പ്രോബ്ലത്തിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇവിടെ എന്ന് വെച്ചാൽ സാക്രിഫൈസ് തന്നിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയി ജസ്റ്റ് എങ്ങനെയാ നോക്കാം. സാക്രിഫൈസ് നോട്ട് ഗിവൺ. അതിൽ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിക്കോ. എ, ബി, സി ആർ ഈക്വൽ പാർട്ട്നേഴ്സ്. ഓക്കെ,
അതിൽ ഡി ഈസ് അഡ്മിറ്റഡ് ഡി ഈസ് അഡ്മിറ്റഡ് ആസ് എ പാർട്ട്ണർ ഫോർ 1/4 share. Okay. Calculate new ratio. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താ, എ ബി സി എന്ന് പറയുന്നത് തുല്യമായിട്ട് ഈക്വൽ ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആണ്. അതിൽ പുതിയൊരാൾ വന്നു, അതാരാണ്? ഡി. ഓക്കെ, ഡി ഈസ് അഡ്മിറ്റഡ് ആസ് എ പാർട്ട്ണർ ഫോർ 1/4 ഷെയർ. എത്രയാണ് അദ്ദേഹത്തിന്റെ ഷെയർ എന്ന് പറഞ്ഞാൽ 1/4 ഭാഗമാണ്. ഓക്കെ, കാൽക്കുലേറ്റ് ന്യൂ റേഷ്യോ. അപ്പോൾ ഇവിടെ സാക്രിഫൈസിന്റെ ഒരു വിവരവും ഈ പ്രോബ്ലത്തിൽ തന്നിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്യുക. ഇതിന്റെ ആൻസർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ലെറ്റ് ടോട്ടൽ ഷെയർ നമുക്ക് 1 എടുക്കാം. ഓക്കെ, മൊത്തം ഷെയർ എത്രയാ? 1. അതിൽ ഡീന്റെ ഷെയർ എന്ന് പറയുന്നത് എത്രയാ? 1/4 ആണ്. ഓക്കെ, 1/4. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. ഡിയുടെ ഷെയർ തന്നിട്ടുണ്ട്. എത്ര ഡിന്റെ ഷെയർ? 1/4 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, അതായത് മൊത്തം ഷെയർ 1 ആണ്. ആ ഷെയറിന്റെ 1/4 ആർക്ക് പോയി? ഡിക്ക് പോയി. ബാക്കി എ ബി സിക്ക് എത്രയാണ് വരുന്നത്? ഇവർക്ക് 3 പേർക്കും കൂടിയിട്ട് 3/4 ആണ് ഷെയർസ് വരുന്നത്. മനസ്സിലായോ? ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അതായത് നമ്മളെ കയ്യിൽ 1 രൂപ ഉണ്ട്. 1 രൂപയിൽ 1/4 എന്ന് പറഞ്ഞാൽ കാലാണ്. കാലാർക്ക് പോയി? ഡിക്ക് പോയി. ബാക്കി 3/4. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കുക. ബാക്കി 3/4 ആർക്കാ? എ ബി സിക്കാണ്. ഓക്കെ, അപ്പൊ നമ്മളത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ പോരാ, നമ്മൾ എക്സാമിന് അത് എഴുതണം. അപ്പൊ എങ്ങനെ എഴുതുക? റിമൈനിങ് ഷെയർ. റിമൈനിങ് ഷെയർ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 1. 1-ൽ നിന്ന് എത്ര കുറക്കുക? 1/4 കുറക്കുക. അപ്പൊ നമ്മൾ ശരിക്ക് ഇതിൽ പഠിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ LCM കാണാൻ പഠിക്കണം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ കിട്ടുന്നത്? 1/4 LCM കണ്ടിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ 4ആണല്ലോ. നമുക്ക് 2 രീതി ചെയ്യാം. ഒന്ന് ക്രോസ് ചെയ്യാം, 2 ആയതുകൊണ്ട് ക്രോസ് ചെയ്യാം, പിന്നെ അല്ലെങ്കിൽ LCM എടുത്ത് ചെയ്യാം. ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ ആദ്യം 4 എന്താക്കുക? അടിയിൽ എഴുതുക, പിന്നെ 4 ഗുണിക്കണം 1 ചെയ്യാം. 4 4. അപ്പൊ എത്രയാ? 4. ആ 4 ഇവിടെ എഴുതി. പിന്നെ ഇവിടെ ഒരു 1 ഉണ്ടാവും, നമ്മൾ കാണാത്തൊരു 1. ആ 1-നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. 1 × 1. അപ്പൊ എത്രയാ? 1 ഇടുക. പിന്നെ നടുവിലുള്ള സൈൻ എന്താ? മൈനസ് ഇടുക. അപ്പോൾ 4-ൽ നിന്ന് 1 കുറച്ച് എത്രയാ? നമുക്ക് 3. ബാക്കി ഡിവൈഡ് ബൈ. ഇവിടെ 4-ൽ നിന്ന് 1 കുറച്ചാൽ 3. 4 ഇവിടെ എഴുതി. ഓക്കെ, അപ്പൊ ഇത് LCM കാണാൻ എന്തായാലും പഠിച്ചേ പറ്റൂ. ഓക്കെ, ക്രോസ് ചെയ്യൽ മാത്രമല്ല, നമ്മൾ LCM തന്നെ ചെയ്ത് എടുത്ത് പഠിക്കണം. അപ്പൊ അത് നോട്ട് ചെയ്യാം. ഇവിടെ ഞാൻ മനസ്സിൽ പറഞ്ഞതെന്നുള്ളൂ. 3/4 എ ബി സിക്ക് ഈക്വലായി എന്താക്കണം? അതും ഡിവൈഡ് ചെയ്യണം. ഡീൻ്റെ എത്രയാ? 1/4. ഓക്കെ, അപ്പോൾ 3/4 കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? നമുക്ക് ഈക്വൽ ആയിട്ട് ഓരോരുത്തർക്കും ഡിവൈഡ് ചെയ്യണം. ഇത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക. 4 ബിക്ക് 3/4, സിക്ക് 3/4 അല്ലേ? ഇങ്ങനെയല്ലേ? ഇത് 3 പേർക്ക് ഈക്വലായി ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് 3 പേരാണല്ലോ അല്ലേ? 3 പേര് എന്താക്കണം? ഈ 3/4 ഈക്വലായി ഡിവൈഡ് ചെയ്യണം. അപ്പൊ 3/4ന്റെ കൂടെ 3-ൽ 1, ഇത് 3 പേരല്ലേ? 1 2 3. ആ 3-ൽ 1 എന്താക്കണം? എ കൊടുത്ത്. ഈക്വൽ ആയിട്ടാണല്ലോ ഡിവൈഡ് ചെയ്യേണ്ടത്. അതേപോലെ 3-ൽ 1 ഇവിടെയും കൊടുത്ത് 3-ൽ 1 ഈ രീതിയിൽ ചെയ്യണം. അപ്പോൾ ഇൻറ്റു ആയതുകൊണ്ട് നമുക്ക് വളരെ സുഖമാണ്, ഡയറക്റ്റ് ഗുണിച്ചാൽ മതി. 3 × LCM അങ്ങനെയൊന്നുമില്ല. 3 × 1 ഗുണിക്കുക. അപ്പോൾ എത്രയാ? 3. 4 × 3 12. 3 × 1 3. 4 × 3 12. 3 × 1 3. 4 × 3 12. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഇവിടെ ഡീൻ്റെ ഷെയർ എത്രയാ? 1/4 ആണ് അല്ലേ? ഡീൻ്റെ ഷെയർ
1/4 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താക്കണം, ഈ 12 ഇവിടെ താഴെ ഉള്ളതൊക്കെ എന്താണ്, ഇവിടെയും 12, ഇവിടെയും 12, ഇവിടെയും 12 ആണ്. ഇവിടെ പക്ഷെ 4ആണ്. അപ്പൊ നമ്മൾ ഈ 12 എന്നുള്ള രീതിയിൽ ഈക്വൽ ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്താക്കണം, ഇതിനെ കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ 4നോട് എന്ത് ഗുണിച്ചാലാണ് 12 കിട്ടുന്നത്? ഇവിടെയും 12, ഇവിടെയും 12, ഇവിടെയും 12 ആണല്ലോ. എന്ത് ഗുണിച്ചാലാണ് 12 കിട്ടുക? ഏത് സംഖ്യ നോക്കുക. അത് ഒന്നാകട്ടെ, ഒന്നല്ല, രണ്ടാകട്ടെ, മൂന്നാകട്ടെ, നാലാകട്ടെ, ഏതായാലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് എന്തായിരിക്കണം? 12 കിട്ടണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? 4നോട് എന്ത് ഗുണിച്ചാലാണ് 12 കിട്ടുക? 3 ഗുണിച്ചാൽ 12 കിട്ടും. അപ്പൊ നമ്മളിവിടെ ആ 3 എഴുതി കൊടുത്ത് അടിയിൽ ഡിനോമിനേറ്ററിന്റെ കൂടെ ഈ അടിയിൽ 4നെ ഗുണിക്കണം 3 ചെയ്തു. അപ്പൊ ഇവിടെ 3 ഇട്ട് കൊടുക്കുമ്പോൾ അതേപോലെ മുകളിലും എന്താക്കണം? 3 വെച്ച് ഗുണിക്കണം. ഓക്കെ, ഈ 3 തന്നെ എടുത്ത് മുകളിലിടുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 3 3, 3 12 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ 12 ഈക്വലായി. ഓക്കെ, അത് 12 ഈക്വൽ ആകുന്ന ഏത് സംഖ്യയായാലും പറ്റും കേട്ടോ. അത് നോട്ട് ചെയ്യാം. അപ്പൊ താഴെ 3 ഇട്ട് കൊടുത്താൽ മുകളിൽ 3 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് എന്ത്, ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു കാൽക്കുലേഷൻ. ഇനി നമ്മൾ ഇതെന്താക്കണം? മാറ്റി എഴുതണം. എങ്ങനെ മാറ്റി എഴുതാം? ഈ 12 ഒന്നും എടുക്കണ്ട, മുകളിലത്തെ മാത്രം എടുക്കുക. എ ബി സി ഡി അല്ലേ? അപ്പം ഫസ്റ്റത്തെ 3 എടുത്ത് എൻ്റെ, രണ്ടാമത്തേതിൻ്റെ 3 എടുത്ത്, മൂന്നാമത്തേതിൻ്റെ 3 എടുത്ത്, നാലാമത്തേതിൻ്റെ 3 എടുത്ത്, എല്ലാം 3ആണ്. അപ്പോൾ നമുക്ക് സുഖസുന്ദരമായിട്ട് എന്താക്കാം? വെട്ടാം. അപ്പോൾ എല്ലാത്തിനും വെട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? എല്ലാത്തിനും വെട്ടിക്കഴിഞ്ഞാൽ 1 കിട്ടും അല്ലേ? 3 3, 3 3, 3. അപ്പോൾ നമ്മൾ എന്താക്കുക? ആൻസർ എന്ന് പറയുന്നത് എത്രയാ? 1:1:1:1 ആണ്. ഓക്കെ, ഇതാണ് ആൻസർ. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി എന്താക്കുക? നിങ്ങൾ വീണ്ടും ബാക്ക് എടുത്ത് ചെയ്യുക. ഇതാണ് ഏറ്റവും ബെസ്റ്റ് വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അല്ലാതെ നമ്മൾ എത്ര വേറെ രീതിയിൽ പഠിച്ചാലും ഈ രീതി പഠിച്ചാലാണ് ഏറ്റവും എളുപ്പം. മറ്റേ നമുക്ക് ടെക്സ്റ്റ് ഒക്കെ നോക്കുമ്പോൾ വലിയ പ്രശ്നമാണ് കേട്ടോ. ഇത് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ വേറൊരു എക്സാമും കൂടി നിങ്ങൾക്ക് തരാം. ഇനി നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം, ജസ്റ്റ് എഴുതുക. ഓക്കെ, A:B:C എന്നതാണ്. എയും ബിയും സിയും എന്താണ്? പാർട്ട്ണറാണ്. എത്രയാണ് അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:2:1 ആണ്. ഓക്കെ, ഇതിൽ പുതിയൊരാൾ വന്ന് ഡി ഈസ് അഡ്മിറ്റഡ് ആസ് എ ന്യൂ പാർട്ട്ണർ. ഓക്കെ, ഡി ഈസ് അഡ്മിറ്റഡ് ആസ് എ ന്യൂ പാർട്ട്ണർ. എത്രയാണ് ഷെയർ? ഫോർ 1/6 ഷെയർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും എഴുതുക. അങ്ങനെയാണെങ്കിൽ A, B, C, D ഇവരുടെ ഷെയർ എത്രയാന്ന് കണ്ടുപിടിക്കുക. ഇത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ തന്നിട്ടില്ല. ഓക്കെ, അല്ലാതെ ഉള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രോബ്ലം കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ന്യൂ റേഷ്യോ എത്രയാന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ക്ലിയർ? ഈ ചോദ്യം നിങ്ങൾ എന്താക്കുക? ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, ഇനി രണ്ടാമത്തെ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ഇൻഫർമേഷൻ അബൌട്ട് സാക്രിഫൈസ് ഈസ് ഗിവൺ. ഓക്കെ, വിവരം നൽകിയിട്ടുണ്ടെങ്കിൽ, അതായത് സാക്രിഫൈസിനെ കുറിച്ച് കൃത്യമായ വിവരം നൽകിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഈ സി ആർ പാർട്ട്നേഴ്സ്. ഓക്കെ, they are sharing 3:2:1 and ഇവിടെ പുതിയ പാർട്ട്ണർ ആരാ? ഡി ഈസ് അഡ്മിറ്റഡ് ആസ് എ ന്യൂ പാർട്ട്ണർ. ഓക്കെ, ന്യൂ പാർട്ട്ണർ ഫോർ ദ ഷെയർ ഓഫ് 1/6. എത്രയാ? 6/1 ഷെയർ ആണ് ഡീന്റെ. വിച്ച് ഹി അക്വയർഡ് equally from A and B. A and B. Okay, calculate new ratio. Okay, calculate new ratio. ഇവിടെ ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് വിച്ച് ഹി അക്വയർഡ് ഈക്വലി ഫ്രം എ ആൻഡ് ബി. എയിൽ നിന്നും ബിയിൽ നിന്നും എന്താണ്? തുല്യമായിട്ട് ഈടാക്കി എന്നാണ് പറയുന്നത്. എടുത്ത് ഇപ്പൊ ഇവിടെ സാക്രിഫൈസ് ചെയ്തിന് ആര്? എയും ബിയും. മനസ്സിലായോ? ഇതാണ് ആ പ്രോബ്ലവും നമ്മൾ മുമ്പ് ചെയ്തതും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ സാക്രിഫൈസ് കൃത്യമായി തന്നിന്, അതായത് വിച്ച് ഹി അക്വയർഡ് ഈക്വലി ഫ്രം എ ആൻഡ് ബി. എയിൽ നിന്നും ബിയിൽ നിന്നും തുല്യമായി എടുത്തിട്ടുണ്ട് എന്ന് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ന്യൂ റേഷ്യോ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇനി നമ്മൾ എങ്ങനെ ചെയ്യാം? എ, ബി, സി എത്രയാ ഷെയർ? മൊത്തം ഷെയർ എത്രയാ? 3:2:1 അല്ലേ? ഇത് മൂന്നും കൂടി 3:2:1 ആണ്. ഇത് മൂന്നും കൂടി കൂട്ടുക. 3 + 2 + 1 എത്രയാ? 6 ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഷെയർ എത്രയാ? എൻ്റെ ഫസ്റ്റ് 3, ആ 3 ഇവിടെ എഴുതി, ബാക്കി 6 ഇവിടെ എഴുതി. ഓക്കെ, ക്ലിയർ ആയോ? രണ്ടാമത്തത് അതേപോലെ 2/6. ഈ 6 എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായില്ലേ? 3 + 2 + 1 ആണ് കേട്ടോ. ഓക്കെ, അടുത്ത് സി എന്താ? ഈ 1. ഓക്കെ, അപ്പോൾ 1/6 ഇത് 3 എഴുതി. ആൻഡ് ഡീൻ്റെ എന്താ ഇവിടെ പറഞ്ഞത്? ക്വസ്റ്റ്യൻ എടുക്കുക, ക്വസ്റ്റ്യനിൽ പറഞ്ഞ് ഡീൻ്റെ ഷെയർ എത്രയാണ്? 1/6 ആണ്. ഓക്കെ, ഇതാണ് മൊത്തം ഷെയർ. അപ്പോൾ ഈ ഡീൻ്റെ 1/6 ആരിൽ നിന്നാണ് ഈക്വലി എടുക്കുന്നത്? എയിൽ നിന്നും ബിയിൽ നിന്നുമാണ് എന്താക്കുന്നത്? ഷെയർ ഈക്വൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മളിവിടെ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെ? എൻ്റെ എത്രയാ? എൻ്റെ ഷെയർ എത്രയാ? അപ്പോൾ ഇവിടെ ഈ 1/6 നമ്മളെന്താണ് എ ആൻഡ് ബി അക്വയർഡ് എന്നല്ല പറഞ്ഞേ. അപ്പോൾ 1/6 ഇൻറ്റു, പിന്നെ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈക്വലി എന്നാണ് പറഞ്ഞത്. എക്കും ബിക്കും ഈക്വലി. ഓക്കെ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ 1/3 എടുത്തു. ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ ഇല്ലാത്തത്. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ എയും ബിയും ആണ് സാക്രിഫൈസ് ചെയ്യുന്നത്. അപ്പോൾ എനോടും ബിനോടും നമ്മൾ എത്ര എടുക്കുന്നത്? 1/6 ഇൻറ്റു എയും ബിയും ഈക്വൽ അല്ലേ? ഈക്വൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? തുല്യം, ഹാഫ്, പകുതി. മനസ്സിലായോ? തുല്യമാകുമ്പോൾ എന്താണ്? രണ്ടാർക്കും 1/6ന്റെ പകുതിയാണ് രണ്ടുപേർക്കും അല്ലേ? അതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടുപേരിൽ നിന്നും എത്രയാ? 1/6ന്റെ പകുതി. 1/6 ഡീൻ്റെ ഷെയർ, അതിൽ നിന്നും പകുതി. ഇപ്പൊ എങ്ങനെയാ അക്വയർ ചെയ്യുന്നത്? അപ്പോൾ എ = 1/6 × 1/12. അപ്പോൾ 1 × 1 എത്രയാ? 1. 6 × 2 എത്രയാ? 12. 1/12. ഇനി നമ്മൾ എന്താക്കുക? ബി, അതേപോലെ ബിയും. ബി എത്രയാ? 1/6ന്റെ എത്ര തന്നെയാ? 1/2. അതായത് അതേപോലെ തന്നെ ഈ ആറിലൊന്ന് ഇവരിൽ നിന്നും അതേപോലെ തന്നെ ബിയും. ഓക്കെ, 1/6 അല്ലേ? ഈ ഡീൻ്റെ 1/6 അക്വയർ ചെയ്യുന്നത് ഹാഫ്, അതേപോലെ തന്നെ 1/12 കിട്ടി. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്താക്കണം? ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. എത്രയാ കിട്ടിയത് അല്ലേ? 3/6ന്റെ എന്റെ ഷെയർ അറിയാലോ. അതായത് ക്വസ്റ്റ്യൻ എന്തെന്നാ? എയിൽ നിന്നും ബിയിൽ നിന്നും ഈക്വലി തുല്യമായിട്ട് ആർക്ക് കൊടുത്ത്? 1/6 ഷെയർ ഡി കൊടുത്തു എന്നാ പറഞ്ഞത്. അങ്ങനെ നമ്മൾ എന്താക്കി? ഈക്വലി 1/6 ഈക്വലി കാൽക്കുലേറ്റ് ചെയ്ത്. ഇനി നമ്മൾ എന്താക്കണം? എൻ്റെയും ബിൻ്റെയും ഷെയറിൽ നിന്ന് അത് കുറക്കണം. നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാ? 1/12 കുറക്കുക. അപ്പോൾ എത്ര കിട്ടി? ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇവിടെ LCM കണ്ടുപിടിക്കുക. വളരെ സിമ്പിളാണ്. ആദ്യം എന്താക്കുക? ഈ 6ഉം 12ഉം ഇവിടെ ഞാൻ മാറ്റി എഴുതി. 6, 12. ഓക്കെ, ഇനി ഈ 6ലും 12ലും പോകുന്ന സംഖ്യ ഏതാ? 6 അല്ലേ? 6 6, 6 12. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 6നെ 1 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 6. പിന്നെ ആ 6നെയും കൊണ്ട് 2 കൊണ്ട് ഗുണിക്കുക. അതായത് 6 × 1 6, 6 × 2 12. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്തായി? അത് 12 ഇവിടെ അടിയിൽ എഴുതുക. ഇനി ഈ 12നെ കൊണ്ട് 6നെ ഹരിക്കുക. മനസ്സിലായോ? 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടി? 2 കിട്ടി അല്ലേ? ആ 2നെ ഈ മുകളിലത്തെ നോമിനേറ്റർ, അതായത് 3നെ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 2 × 3 എത്രയായി? 6 ആയി. ക്ലിയർ ആയോ? ആ 6 ഞാൻ ഇവിടെ എഴുതി. ഓക്കെ, പിന്നെ ഈ സൈന് മൈനസ് ഇവിടെ എഴുതി. ഇനി അതേപോലെ 12നെ കൊണ്ട് ഈ 12നെ ഹരിക്കുക. അപ്പോൾ എത്രയാ? 12നെ ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. ഓക്കെ, ആ 1നെ കൊണ്ട് ന്യൂമറേറ്ററായ 1നെ കൊണ്ട് ഗുണിക്കുക. 1 × 1 1. ആ 1 ഇവിടെ എഴുതി. ഇങ്ങനെയാണ് LCM കണ്ട് ചെയ്യുക കേട്ടോ. ഇനി എന്താക്കുക? ഈ 12 ഇവിടെ എഴുതി. 6ൽ നിന്ന് 1 വർഷം എത്രയാ? 5. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. പോസ് ചെയ്തിട്ട് ബാക്ക് അടിച്ച് എന്താക്കുക? വീണ്ടും വീണ്ടും കാണുക കേട്ടോ, മനസ്സിലാകത്ത്. ഇനി അടുത്തത് എന്താ? അടുത്ത സ്റ്റെപ്പ് 2/6 അല്ലേ? 2/6നെ നമ്മൾ എന്താക്കണം?
എന്തുകൊണ്ട് ഗുണിക്കണം? 2/6. ഇനി അടുത്തതും അതേപോലെ തന്നെ 2/6 നിന്നും എന്ത് കുറക്കുക? കാരണം ഇവരാണല്ലോ ഈക്വലി ചെയ്യുന്നത്. 1/12 നമ്മൾ കണ്ടുപിടിച്ച് വെച്ച 1/12 കുറക്കുക. അപ്പം അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ആദ്യം 6ഉം 12ഉം ഇതിൻ്റെ LCM നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു. എത്രയാ? 12. ഓക്കെ. ആ 12നെ കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? 2 കിട്ടി. ആ 2നെ കൊണ്ട് 2നെ ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടി? 2 ഇൻറ്റു 2 4. ആ 4 ഇവിടെ എഴുതി. ഇനി മൈനസ് ഇല്ലേ? മൈനസ് ഇവിടെ എഴുതുക. ഇനി അടുത്തത് 12നെ 12 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്ര കിട്ടി? 1 കിട്ടി. ആ 1നെ 1 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടി? 1. ഇങ്ങനെ എഴുതാം. 4 മൈനസ് 1. 4 മൈനസ് 1ൽ നിന്നും കുറച്ചാൽ എത്രയായി? 3 ആയി. ഇവിടെ 12 ആയി. ക്ലിയർ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത്, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ എയും ബിയും കഴിഞ്ഞ് ഇനി സി ആണ്. ഇനി നമുക്ക് പിന്നെ ഈക്വലി ഡിവൈഡ് ചെയ്യാനൊന്നുമില്ല. ഇനി സീന് എന്താക്കുക? സി 1/6 ആണല്ലോ. സി ഈസ് ഈക്വൽ ടു 1/6. ഇതിനോട് എന്താക്കുക? ഈ 1/6നെ നമ്മൾ ഈക്വൽ ആക്കണം. 12നോട് ഈക്വൽ ആക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇവിടെ എങ്ങനെയാണ് 12നോട് ഈക്വൽ ആക്കിയ? ഇവിടെ കണ്ടോ? ഇവിടെ 12 ആയി, ഇവിടെയും 12 ആയി. പക്ഷെ ഇവിടെ 1/6ഉം 1/6ഉം ആണ്. അപ്പോൾ ഇത് 12 ആക്കണം. 12 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനോട് മാച്ച് ആകുന്ന സംഖ്യ ഗുണിക്കണം. അപ്പോൾ 6നോട് 3 ഗുണിച്ചാൽ പറ്റൂല. പിന്നെയുള്ള 4 ഗുണിച്ചാൽ പറ്റൂല. 2 ഗുണിച്ചാൽ നമുക്ക് എന്താക്കാം? 6 ഇൻറ്റു 2 എത്രയാ? 12 അല്ലേ? അപ്പോൾ ഇവിടെ 12 ഇട്ട് കൊടുക്കുക. ഓക്കെ. ആ 12നെ എന്താക്കുക? മുകളിൽ ഇട്ട് കൊടുക്കുക. അത് നേരത്തെ പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ. അപ്പോൾ 1 ഇൻറ്റു 2 എത്രയാ? 2. 6 ഇൻറ്റു 2 12. 2/12 എന്ന് കിട്ടി. ഓക്കെ. ഇനി അടുത്ത എന്താ? ഡി ഈസ് ഈക്വൽ ടു 1/6 ആണ്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഇത് നമ്മൾ ഈക്വൽ ആക്കണമെങ്കിൽ ഇതേപോലെ തന്നെയാണ്. രണ്ടും വെച്ച് ചെയ്യുക. 2 12 ആയി. ഓക്കെ. അപ്പോൾ ഇതാണ് ആൻസർ. ഇത് നമ്മൾ എന്താക്കണം? മാറ്റി എഴുതണം. എങ്ങനെയാണ് മാറ്റി എഴുതുക? ഇവിടെ 5 5:3:2:2. ഓക്കെ. ഇതാണ് എ ബി സി ഡി. ഇതാണ് ന്യൂ റേഷ്യോ. ഓക്കെ. ഇതാണ് ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ പിന്നെയും പിന്നെയും പോസ് ചെയ്തെടുത്തിട്ട് കാണും കേട്ടോ. ഓക്കെ. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അതിൻ്റെ ആൻസർ ചെയ്താൽ എ ബി സി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് 6:5:4. ഓക്കെ. ഇതിൽ പുതിയൊരു പാർട്ട്ണർ വന്നു. ഡി ഈസ് അഡ്മിറ്റഡ് ഫോർ 1/6, അതായത് 1/6 ഷെയർ വിച്ച് he acquired equally from which he acquired equally from, അതായത് തുല്യമായിട്ട് അതിൽ നിന്നും എ ആൻഡ് സി. എയിൽ നിന്നും സിയിൽ നിന്നും തുല്യമായിട്ടാണ് എന്ത് സാക്രിഫൈസ് നടന്നത്. ഓക്കെ. മനസ്സിലായോ? എത്രയാണ്? ഡി എൻ്റെ പുതിയ ഷെയർ 1/6. അത് ആരിൽ നിന്നാണ് എടുത്തത്? എയിൽ നിന്നും ബിയിൽ നിന്നും, എയിൽ നിന്നും സിയിൽ നിന്നും. ഓക്കെ. അപ്പോൾ ഫൈൻഡ് ഔട്ട് ന്യൂ റേഷ്യോ. ഓക്കെ. ന്യൂ റേഷ്യോ കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താണ്? അക്വയർഡ് എന്നുള്ള വാക്ക് കണ്ടാൽ തന്നെ മനസ്സിലായിക്കൂടാ, അത് സാക്രിഫൈസ് ആണ്. ഓക്കെ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ നോട്ട് ഗിവൺ, ഈ പ്രോബ്ലം ഗിവൺ ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എന്താക്കുക? കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഇനി ഈ കഴിഞ്ഞ നിങ്ങളിത് ട്രൈ ചെയ്യുക. ഇനി നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എന്നോട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ എന്താക്കാം? ഒരു വീഡിയോ ചെയ്തു തരാം. 2 പ്രോബ്ലം. ഓക്കെ. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അഡ്മിഷൻ പുതിയ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ എന്താക്കുക? പിന്നെ ഡയറക്റ്റ് ലൈവായിട്ട് അഡ്മിഷൻ എടുക്കുക. അക്കൗണ്ടൻസി ഉണ്ട്, ബിസിനസ് സ്റ്റഡീസ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഓൺലൈൻ ട്യൂഷൻ നമ്മൾ നൽകുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ടവർ ഈ നമ്പറിൽ എന്താക്കുക? വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക. പിന്നെ ഫീസും കാര്യമൊക്കെ ഞാൻ നേരിട്ട് പറയാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക. ഓക്കെ. താങ്ക് യു.